സർ, ഈ ലോൺ ക്ലോഷറിന് മ്യൂച്വൽ ഫണ്ട്സ് SIP എങ്ങനെയാണ് സഹായിക്കുന്നത്? EMIയുടെ കൂടെ തന്നെ ഒരു സിപ്പ് കൂടി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ് ആയിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. ഉദാഹരണത്തിന് ഒരു 25 വർഷത്തേക്ക് ലോൺ എടുത്തിരിക്കുന്ന വ്യക്തിയുടെ EMI 40,000 ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഒരു 10%, അതായത് 4,000 റുപ്പീസ് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ നമ്മൾ നിക്ഷേപിക്കുക. അപ്പോൾ 25 വർഷം കൊണ്ട് നമ്മൾ EMI അടയ്ക്കുന്നതിനോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കോർപ്പസ് കൂടി വളരുകയും ഇത് നമ്മുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റിന് തതുല്യമായിട്ട് തുകയ്ക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള തുകയ്ക്കോ രീതിയിലേക്ക് വളരുകയും ആ തുക ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ അന്നത്തെ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും കുറഞ്ഞത് നമ്മുടെ ലോണിൻ്റെ ഇൻട്രസ്റ്റ് തതുല്യമായിട്ടുള്ള തുക ഈ സിപ്പിൽ നിന്ന് നമുക്ക് കിട്ടാനും സാധിക്കും. അപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ എടുത്തിരിക്കുന്ന വ്യക്തി അതിനോടൊപ്പം തന്നെ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ കൂടി ചേരുക എന്നുള്ളത് ഒരു പാരലൽ വെൽത്ത് ക്രിയേഷൻ സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമുക്കൊരു EMI എന്ന് പറയുന്നത് നമ്മളൊരു ലയബിലിറ്റി ആണെങ്കിൽ സിപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു അസറ്റ് ക്രിയേഷൻ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൊണ്ടുപോകുന്നതാണ് ഒരു പാരലൽ വെൽത്ത് ക്രിയേഷൻ സ്ട്രാറ്റജി.